നോമ്പിൽ ഇതുപോലെ ചോറ് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആരും കളയണ്ട കേട്ടോ. നമ്മൾ ഈ റംസാനിലൊക്കെ നമ്മൾ ഒരു കുറച്ച് അരി ഇട്ടാലും ആ ചോറ് നമ്മൾ പിറ്റേന്നത്തേക്ക് ചിലപ്പോൾ ബാലൻസ് വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചോറ് നിങ്ങളത് എടുത്ത് വെക്കുകയാണെങ്കിൽ ജീരകഞ്ഞി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ജീരകഞ്ഞിക്ക് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് അരി ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ജീരകഞ്ഞി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ആശാളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആശാളി നമുക്ക് ഇതുപോലെ ഒരു 1.5 സ്പൂണോളം ആശാളി എടുത്തിട്ട് നമുക്കത് ഇതുപോലെ ഒരു കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നേരം എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനപ്പോൾ ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് നേരം ആയിട്ടുള്ളൂ. പെട്ടെന്ന് അത് കുതിർന്ന് വന്നു കേട്ടോ. ഇത് ഇതുപോലെ ഒരു ചെറിയൊരു സ്പൂണിനകത്ത് നമുക്ക് ഇത്ര ഉലുവ എടുത്ത് വയ്ക്കാം. കാരണം ഉലുവ നമ്മൾ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു നമുക്ക് ഒരു മൂത്രത്തിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പ്രത്യേകിച്ച് റംസാനിലൊക്കെ നമ്മൾ നോമ്പ് പിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ശരീരത്തിന് തണുപ്പിട്ടാനായിട്ട് ഉലുവ ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു കുറച്ച് തേങ്ങ ഇതുപോലെ ചിരണ്ടി എടുത്തിട്ട് എളുപ്പത്തിലാണ് കേട്ടോ തേങ്ങ ഇതുപോലെ ചിരണ്ടി എടുത്തിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകം അതും ഒരു 2-3 ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അതങ്ങ് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റംസാനിലൊക്കെ മൂത്രത്തിന് പഴുപ്പൊക്കെ വരുന്ന കുട്ടികളെ ഇതുപോലെ ഉണ്ടാക്കി ഉമ്മമാർ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ശരീരത്തിന് തണുക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് പിറ്റേന്ന് റംസാനിലൊക്കെ ഒരു തറച്ച ക്ഷീണമൊക്കെ അങ്ങനെ അധികം ഉണ്ടാവത്തില്ല. നമ്മളത് ഇടയത്താഴത്തിൻ്റെ ഒരു കഞ്ഞി വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. നമ്മൾ സാധാ അരി ഇട്ടിട്ട് നമ്മൾ സാധാ അരി ഇതുപോലെ ഇട്ടിട്ട് നമ്മളിത് ജീരകഞ്ഞി ഉണ്ടാക്കി എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അരി വെന്ത് കിട്ടാനായിട്ട് പാടായിരിക്കുന്നത്. കാരണം നമ്മളൊരു അരനാഴി അരിയൊക്കെയായിരിക്കും നമ്മൾ കുക്കറിലേക്ക് ഇട്ട് വേവിക്കുന്നത്. അപ്പം അരനാഴി അരി ഇടുമ്പോൾ തന്നെ കുക്കറിൽ കിടന്നത് പയറ് പോലെ കിടക്കുകയും ചെയ്യുമ്പോൾ അത് വേവത്തുമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ചോറിനകത്താണ് ഇട്ടുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും കഞ്ഞിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. നമുക്കൊരു 1-2 വിസിലടുപ്പിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉലുവയും അതുപോലെ അതുപോലെ ആശാളയും അതുപോലെ ഒരു കുറച്ച് ഉപ്പിടുക കേട്ടോ. ഉപ്പ് എന്തോയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇടുക കേട്ടോ. അതിനുശേഷം നമുക്കിതുപോലെ നമ്മളവിടെ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ആ തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് ആ ഒരു തേങ്ങയുടെ ഒരു കുറച്ച് എടുത്തിട്ട് എതിർത്ത് ഇട്ടാൽ മതി. ഒരുപാട് ഫുൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ പകുതി മാത്രം ഇട്ടാൽ മതി. ബാക്കി പകുതി നമുക്കിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് വെള്ളം ഇതുപോലെ എടുത്ത് ഒഴിക്കുക കേട്ടോ. നമ്മൾ ചോറ് മുങ്ങി കിടക്കുന്ന ആ ഒരു കറക്റ്റ് ആ ഒരു പരുവത്തിൻ്റെ മുകളിൽ തന്നെ വരുന്ന രീതിയിൽ നമുക്കൊരു 1 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങളൊരു 1-2 വിസിലടിച്ചിട്ട് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുകയാണെങ്കിൽ ശരിക്കും കറക്റ്റ് ആ ഒരു കഞ്ഞിയുടെ പരുവം കിട്ടുകയും ചെയ്യും. നമുക്ക് ഇടയത്താഴത്തിലൊക്കെ രാത്രി കഴിഞ്ഞേക്കുന്ന ടൈമിലാണെങ്കിലും നമുക്ക് കുട്ടികൾക്കാണെങ്കിലും നമുക്കൊക്കെ കഴിക്കാനായിട്ട് ചെറിയൊരു തോരനോ അതുപോലെ ചെറിയൊരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പം 2 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നോക്കി നല്ല രീതിയിൽ തന്നെ അത് വെന്ത് നല്ല രീതിയിൽ തന്നെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ആശാളിയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നമുക്കത് കഞ്ഞി കഴിക്കുമ്പം ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ജീരകം ഇടുക. ചില ആളുകൾ വലിയ ജീരകം ഇടുന്ന ആളുകളുണ്ട് കേട്ടോ. എനിക്കറിയില്ല, അത് ചെറിയ ജീരകം ഇട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കി വന്നേക്കുന്ന തേങ്ങ അരച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് എടുത്തങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇതുപോലെ നമ്മളത് ചെറിയ രീതിയിലൊന്ന് തിള വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഭയങ്കരമായിട്ട് ഇങ്ങനെ വെട്ടി തിളപ്പിച്ച് എടുക്കരുത് കേട്ടോ. ആ ടേസ്റ്റ് കുറഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു തിള വന്ന് അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടെ കൂട്ടിയിട്ട് അവിടെ താളിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം താളിച്ചിട്ട് നമുക്കത് ഇതുപോലെ അങ്ങ് എടുത്തങ്ങ് ഒഴിക്കാം. അപ്പം നമ്മൾ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയ തോരനും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയാണ് കേട്ടോ. അപ്പം വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാ ഉമ്മമാരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ചോറ് ബാലൻസ് വന്ന് കളയണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ റംസാനിൽ ചോറ് എന്തോരം കുറച്ച് വെച്ചാലും ചോറ് പിന്നെ നമുക്ക് പിറ്റേന്നത്തേക്ക് അത് ബാലൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പത്തിരി കഴിച്ച് മടുക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ കുറച്ചൊക്കെ ഉണ്ടാക്കാം. അതുപോലെ ഇടയതാഴത്തിനും നമുക്ക് ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഉമ്മാർക്കും ഷെയർ എത്തിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം കേട്ടോ. പിന്നെ ഫോളോത്തെ കൺസേൺ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ.